അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് വരുന്നത്. അപ്പോൾ 3-hinge arc ABC in the form of a semicircle is shown in figure. The arc is in static equilibrium under the vertical load of P is equal to 100 kN and Q is equal to 50 kN. Neglect friction at all hinges. The magnitude of the horizontal reaction to B. അപ്പം ബിയിലെ ഹൊറിസോണൽ റിയാക്ഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഫിഗറിലോട്ട് നോക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഗിവൺ ഫിഗേഴ്സ് എന്ന് പറഞ്ഞത്. എ ബി ആൻഡ് സി യഥാർത്ഥ ഹിഞ്ചസ് ഉണ്ട്. അത് എയും സിയും സർഫസ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇത് കാണിക്കുന്നത്. അവിടെ ആ ഒരു സിമ്പിൾ കാണിക്കുന്നത്. എയും ബിയും സിയും 3 ഹിഞ്ചഡാണ്. എയിലും ബിയിലും സിയിലും ഹിഞ്ചഡാണ്. പിയും ക്യൂ എന്ന 2 ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിഡിൽ ആയിട്ട് 6 മീറ്ററാണ്. 2 സൈഡിലോട്ടും എയിലോട്ടും സിയിലോട്ടും 6 മീറ്ററാണ്. ടോട്ടൽ ഹൈറ്റ് ഫ്രം ദ ബേസ്. ഓക്കെ, എയും സിയും നിൽക്കുന്ന ലെവലിൽ നിന്ന് ടോപ്പ് ഹിഞ്ച് ബിയിലേക്കുള്ള ഹൈറ്റും 6 മീറ്ററാണ്. ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, ഇതിൻ്റെ ഓരോ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരുമ്പോൾ ഇതായിരിക്കും എൻ്റെ ഫിഗർ വരുന്നത്. ഇത് എ സി ആൻഡ് ബി. ഓക്കെ, ഇതാണ് 3 പോയിൻ്റ്. എയും സിയും ബിയും 3 പോയിൻ്റാണ്. ഇപ്പോൾ ഇതിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഹിഞ്ചാണ്. ഓക്കെ, റോളർ ഹിഞ്ചല്ല, സാധാ ഹിഞ്ചിൻ്റെ ടൈപ്പാണ്. ഹിഞ്ചിന് ഒരു ഹൊറിസോണൽ റിയാക്ഷനും ഒരു വെർട്ടിക്കൽ റിയാക്ഷനും അറിയാം. ഇത് നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതാണ്. മെക്കാനിക്സിൽ ഹിഞ്ച് പഠിക്കുമ്പോഴേക്കും റോളർ ഹിഞ്ചുണ്ട്. അതിൽ ഈ ഹിഞ്ചിൽ ഓക്കെ സിമ്പിൾ ഹിഞ്ചുണ്ട്, റോളർ ഹിഞ്ചുണ്ട്, സാധാ വെർട്ടിക്കൽ ഹിഞ്ചുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഹിഞ്ച് സപ്പോർട്ടാണ്. അതിന് ഹൊറിസോണൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ എച്ചും ഇവിടെ രണ്ടിടത്ത് എച്ച് സെയിം ആണെന്ന് പറഞ്ഞാൽ അത് സെയിം ആയിരിക്കും. ഓക്കെ, ഡിഫറൻ്റ് ആണെന്ന് കൊടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ സപ്പോസ് എച്ച് ആൻഡ് എച്ച് ബി എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൊറിസോണൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോഴും എച്ച് എ സിക്കൽ ടു എച്ച് ബി എന്ന് വരും. അപ്പോൾ എച്ച് എ സിക്കൽ എച്ച് ബി, അപ്പം അങ്ങനെ നോക്കുമ്പോൾ എച്ച് എയും എച്ച് ബിയും സെയിം ആയിരിക്കും. ഇവിടെ ആർ എ ഈക്വൽ ടു ആർ ബി ഒരിക്കലും വരത്തില്ല. അത് ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സാണ് സർഫസിലെ. ഇവിടെ പി എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ ഗിവൻ 100ഉം ക്യൂ എന്ന് പറഞ്ഞത് 50ഉമാണ്. അപ്പോൾ ഈ 2 ഭാഗത്തും ഡിഫറെൻറ്റ് രീതിയിലാണ് മെയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആർ എ ആർ ബി വിൽ ബി ആർ എ ആൻഡ് ആർ സി വിൽ ബി ഡിഫറെൻറ്റ്. ആർ ആൻഡ് ആർ സി ഡിഫറെൻ്റ് ആയിരിക്കും. എയും ബി ഇനി അടുത്ത എയും സിയും എന്ന പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ബേസിക് ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് ഈ ഗിവൺ 3-hinge ആർക്ക് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇസിക്കൽ 0, സിഗ്മ എം ഇസിക്കൽ 0. ബേസിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായാൽ മതി. ഹൊറിസോണ്ടൽ ഫോഴ്സസ് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 വെർട്ടിക്കൽ ഈക്വലാണ്. പക്ഷേ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മൊമെൻറ്റും എബൌട്ട് എനി പോയിൻ്റ് 0. അതായത് മൊമെൻ്റ് എബൌട്ട് എ, മൊമെൻ്റ് എബൌട്ട് എയോ, മൊമെൻ്റ് എബൌട്ട് ബി, മൊമെൻ്റ് എബൌട്ട് സി, ഇത് 3 0 ആയിരിക്കും. അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൻ്റെ ലോയാണ്. സിഗ്മ എഫ് ഈക്വൽ ടു 0 സിഗ്മ എം ഈക്വൽ ടു 0 കൂടെ വരുന്നതാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ ഇനി ഞാൻ പ്രോബ്ലം നോക്കുവാണെങ്കിൽ ബേസിക്കായിട്ട് എടുത്താൽ മതി. ആർ എ ആർ സി മേളത്തോട്ട് ഫോഴ്സ് ഈക്വൽ ടു താഴത്തെ ഇക്വേറ്റ് ചെയ്യുമ്പോഴേക്കും ആർ എ പ്ലസ് ആർ സി പി പ്ലസ് ക്യൂ. ക്വസ്റ്റ്യൻ ഗിവൻ തന്നിട്ടുണ്ട് പി ആൻഡ് ക്യൂ 100 + 50 150 കിലോമീറ്റർ കിട്ടും. എന്നിട്ട് മൊമെൻ്റ് അബൌട്ട് എ കൺസിഡർ ചെയ്യുക. എ സിയോ എടുക്കുക. എനിക്ക് ഗിവൺ ഡേറ്റ വെച്ച് ഞാനിപ്പോൾ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുവാണ്. മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോഴേക്കും ഈ മൊമെൻ്റ് അബൌട്ട് എടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ മൊമെൻ്റ് അബൌട്ട് എ എടുക്കുമ്പോഴേക്കും എന്താണ് മൊമെൻ്റ് അബൌട്ട് ഈ 2 ഫോഴ്സും കാണത്തില്ല. എബൌട്ട് ആ പോയിൻ്റ് എടുക്കുമ്പോഴേക്കും ആ സെയിം പോയിൻ്റ് തന്നെയാണ്, ഡിസ്റ്റൻസ് കാണത്തില്ല. അതിൽ മൊമെൻ്റ് അബൌട്ട് എ വിൽ ബി ഈ ടു ഈ എച്ചും ആർ എ 0 ആയിരിക്കും. പിന്നെ റിമൈനിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പോൾ പിക്ക് എ എന്ന പോയിൻ്റ് ക്ലോക്ക് വൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 100 താഴെ എന്ന് പറഞ്ഞാൽ 100 ക്ലോക്ക് വൈസ് 100 ഇൻറ്റു ഇതാണ് ഈ ദൂരം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 6 - 3 വരുന്നുണ്ട്. 100 + 3 ആണ്. അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞത് എന്താണ് നെക്സ്റ്റ് പോയിന്റ് ക്യൂ ആ 50. അതേപോലെ ഈ ദൂരം എബൌട്ട് ഇത്രയും ദൂരം വേണം. അതെന്ന് പറഞ്ഞാൽ എത്ര വരും? അത് 9 ആയിരിക്കും. 6 - 3 + ഈ 6. ഓക്കെ, അത് 50 × 9. അത് ക്ലോക്ക് വൈസാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ് തിരിഞ്ഞാൽ ചെയ്യുന്ന പോയിന്റിൽ ചെല്ലാൻ പറ്റും. അങ്ങനെയാണ് പോസിറ്റീവ്. ആ രീതിയിൽ വലിച്ചാൽ മതി. ഏത് ഡയറക്ഷനോടെ കറങ്ങിയാണോ പോയിന്റിലേക്ക് പോകുന്നത് ദാറ്റ് വിൽ ബി ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പിയും ക്യൂവും ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ്. പിന്നെ അടുത്ത ആർ സി എന്ന് മേലോട്ടാണ്.
അത് നിങ്ങൾക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് വന്നാൽ എ എന്ന് എബോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ ഈ 3 ഉള്ളൂ, പിയും ക്യൂവും ആർ സിയേ ഉള്ളൂ. ഇത് രണ്ട് എബോട്ട് ആ പോയിൻ്റിലാണ്ട് ഇല്ല. ഓക്കെ, എച്ചും വരത്തില്ല, കാരണം അതേ ലൈനോ അലോങ് ദാറ്റ് ലൈൻ തന്നെ ആയതുകൊണ്ട് എച്ചും വരത്തില്ല. ആർ സി ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -RC ഇൻറ്റു ഹോൾ ഡിസ്റ്റൻസ് 12 ആയതുകൊണ്ട് RC 12. അപ്പോൾ RC = 62.5 kN ആർ സിയുടെ വാല്യൂ. അപ്പോൾ ആർ സിയുടെ വാല്യൂ 62.5 kN കിട്ടി. ആറ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മറ്റേ ടോട്ടലിൽ നിന്ന് ആ ഇക്വേഷനെ മൈനസ് ചെയ്യുമ്പോൾ ആറുടെ വാല്യൂ കിട്ടും. അപ്പോൾ RC രണ്ട് റിയാക്ഷൻ ഫോഴ്സ് സെറ്റ് ഹിഞ്ച് ANC 87.5 kN 62.5 kN കിട്ടി. ഈ ഹിഞ്ച് ബിയിൽ അവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് ഹിഞ്ച് ബി. ഇതൊരു ഹിഞ്ച് റിയാക്ഷനാണ്. ഹിഞ്ച് ആയതുകൊണ്ട് അവിടെ ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കലും ഉണ്ടാകും. ഇവിടെ ഹൊറിസോണ്ടൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് H എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ വാല്യൂ ഉണ്ട്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പിന്നെയും മൊമെൻ്റ് അബൌട്ട് ബി എടുക്കുക. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ H ആണ്. അപ്പോൾ മൊമെൻ്റ് അബൌട്ട് ഏത് പോയിൻ്റ് വേണമെങ്കിലും എടുത്ത് ഇക്വേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് കിട്ടേണ്ട അൺനോൺ കിട്ടുവാണെങ്കിൽ ഏതാണോ ആ പോയിൻ്റ് വെച്ച് എടുക്കണം. അപ്പോൾ ഇവിടെ മൊമെൻ്റ് അബൌട്ട് ബി എന്ന് എടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ ഹാഫ് മാത്രമായിട്ട് എടുക്കാം, ഈ ഹാഫ് മാത്രമായിട്ട് എടുക്കാം. മൊമെൻ്റ് അബൌട്ട് ബി എന്ന് പറഞ്ഞെടുക്കും. മൊമെൻ്റ് അബൌട്ട് ബി എടുക്കുമ്പോഴേക്കും ഞാൻ സപ്പോസ് ഈ ഹാഫായിട്ട് എടുക്കും. ഈ ഹാഫ് എടുത്ത് മൊമെൻ്റ് അബൌട്ട് ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ഇത് സെയിം ഒരേ ലൈൻ ആയതുകൊണ്ട് ഈ പോയിൻ്റ് ഇങ്ങോട്ട് വെച്ചാലും ഷിഫ്റ്റ് ചെയ്ത് ഒരേ സെയിം ആയിട്ടാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴേക്കും ഓക്കെ, ബി എന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് H എന്ന് പറയുമ്പോൾ ഈ ബി എന്ന പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ 6ആണ്. ക്ലോക്ക് വൈസ് തിരിഞ്ഞാലേ ഈ പോയിൻ്റ് എത്താൻ പറ്റും. അപ്പം +H × 6. അടുത്ത ഈ ഹാഫിൽ വരുന്ന ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തിരിഞ്ഞാൽ ഈ ബി എന്ന പോലെ ഈ ലൈനിൽ പോകാൻ പറ്റും. അപ്പോൾ +Q × 3. പിന്നെ അത് നെഗറ്റീവ് ഡയറക്ഷൻ, അതിന് RC എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ പോയാലും സീലോട്ട് തിരിയാൻ പറ്റും. അത് -RC ഇൻറ്റു ആൻറ്റി ക്ലോക്ക് വൈസ് പോയാലേ പറ്റും. അതുകൊണ്ട് -RC × 6 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മൂന്നും വരുന്നത്. അതിൽ H ഇക്വേറ്റ് ചെയ്യുമ്പോൾ 37.5 kN കിട്ടും ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് അറ്റ് ഹിഞ്ച് ബി.